റോമാലേഖനം, സോറി, ഫസ്റ്റ് കൊരിന്ത്യൻ ചാപ്റ്റർ 12 4 തുടങ്ങിയിട്ട് കൃപാവരങ്ങൾ. എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നത്രേ. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ. വീര്യപ്രവൃത്തിയിൽ വ്യത്യാസമുണ്ടെങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ. എന്നാൽ ഓരോരുത്തന് ആത്മാവിന്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു. ഒരുത്തിന് ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനവും മറ്റൊരുത്തിന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനവും നൽകപ്പെടുന്നു. വേറൊരുത്തിന് അതേ ആത്മാവിനാൽ വിശ്വാസം, മറ്റൊരുവന് അതേ ആത്മാവിനാൽ രോഗശാന്തികളുടെ വരം, മറ്റൊരുവന് വീര്യപ്രവൃത്തികൾ, മറ്റൊരുവന് പ്രവചനം, മറ്റൊരുവന് ആത്മാക്കളുടെ വിവേചനം, വേറൊരുവന് വിവിധ ഭാഷകൾ, മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം. എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് തനിച്ചിക്കും പോലെ അവനവന് അതത് വരം പകർത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. ശരീരം ഒന്നും അതിന് അവയവം പലതും, ശരീരത്തിന്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരവുമായിരിക്കുന്നത് പോലെയാകുന്നു ക്രിസ്തുവും. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. ശരീരം ഒരു അവയവമല്ല, പലതത്രേ. ഞാൻ കൈയല്ലായകൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് കാൽ പറയുന്നു എങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതല്ല എന്ന് വരികയില്ല. ഞാൻ കണ്ണല്ലായകൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് ചെവി പറയുന്നു എങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതല്ല എന്ന് വരികയില്ല. ശരീരം മുഴുവൻ കണ്ണായാൽ ശ്രവണം എവിടെ? മുഴുവനും ശ്രവണമായാൽ ഘ്രാണം എവിടെ? ദൈവമോ തന്റെ ഇഷ്ടപ്രകാരം അവയവങ്ങളെ ശരീരത്തിൽ വെവ്വേറെയായി വെച്ചിരിക്കുന്നു. സകലവും ഒരവയവവും എങ്കിൽ ശരീരം എവിടെ? എന്നാൽ അവയവങ്ങൾ പലതെങ്കിലും ശരീരം ഒന്ന് തന്നെ. കണ്ണിന് കൈയോട് നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും തലയ്ക്ക് കാലുകളോട് നിങ്ങളെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും പറഞ്ഞുകൂടാ. ശരീരത്തിൽ ബലം കുറഞ്ഞുവായെന്ന് തോന്നുന്ന അവയവങ്ങൾ തന്നെ ആവശ്യമുള്ളവയാകുന്നു. ശരീരത്തിൽ മാനം കുറഞ്ഞെന്ന് തോന്നുന്നവയ്ക്ക് നാം അധികം മാനം അണിയിക്കുന്നു. നമ്മിൽ അഴകു കുറഞ്ഞവയ്ക്ക് അധികം അഴകു വരുത്തുന്നു. നമ്മിൽ അഴകുള്ള അവയവങ്ങൾക്ക് അത് ആവശ്യമില്ലല്ലോ. ശരീരത്തിൽ ഭിന്നത വരാതെ അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിനായി ദൈവം കുറവുള്ളതിന് അധികം മാനം കൊടുത്തത് കൊണ്ട് ശരീരത്തെ കൂട്ടിച്ചേർത്തിരിക്കുന്നു. അതിനാൽ ഒരവയവം കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അവയവങ്ങളൊക്കെയും കൂടെ കഷ്ടം അനുഭവിക്കുന്നു. ഒരവയവത്തിന് മാനം വന്നാൽ അവയവങ്ങളൊക്കെയും കൂടെ സന്തോഷിക്കുന്നു. എന്നാൽ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തരും വെവ്വേറെ അവയവങ്ങളുമാകുന്നു. ദൈവം സഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാർ, രണ്ടാമത് പ്രവാചകന്മാർ, മൂന്നാമത് ഉപദേഷ്ടാക്കന്മാർ ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവൃത്തികൾ, രോഗശാന്തികളുടെ വരം, സഹായം ചെയ്യുവാനുള്ള വരം, പരിപാലന വരം, വിവിധ ഭാഷാവരം എന്നിവ നൽകുകയും ചെയ്തു. എല്ലാവരും അപ്പോസ്തലന്മാരോ? എല്ലാവരും പ്രവാചകന്മാരോ? എല്ലാവരും ഉപദേഷ്ടാക്കന്മാരോ? എല്ലാവരും വീര്യപ്രവൃത്തികൾ ചെയ്യുന്നവരോ? എല്ലാവർക്കും രോഗശാന്തിക്കുള്ള വരമുണ്ടോ? എല്ലാവരും അന്യഭാഷ സംസാരിക്കുന്നുവോ? എല്ലാവരും വ്യാഖ്യാനിക്കുന്നുവോ? ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിപ്പീൻ. ഇനി അതിശ്രേഷ്ഠമായൊരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അമേൻ, സ്തോത്രം. സാറാമസ്റ്റർ വചനം വായിച്ചിട്ടുണ്ടെങ്കിൽ നിർത്തിക്കാൻ തോന്നത്തില്ല കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാല് വായിക്കുന്നത് കേൾക്കാൻ നല്ല സുഖം. സാധാരണ അല്ലെങ്കിൽ നമ്മൾ വചനം വായിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ചാപ്റ്ററൊക്കെ വായിച്ച് തീർക്കാനായിട്ട് തോന്നുന്ന രീതിയിൽ കേൾക്കാൻ പറ്റും. കഴിഞ്ഞ ദിവസം ഇതുപോലെ നമ്മുടെ സാംപാസ്റ്റർ മെസ്സേജ് കിട്ടുന്നപ്പം പാസ്റ്റർ ആയിരുന്നു അവിടെ വചനം വായിക്കുന്ന നല്ല വചനം വായിക്കുന്ന സിസ്റ്ററാണ്. കാരണം നല്ല രസമൊക്കെ. അപ്പൊ പലരും എന്നോട് അന്വേഷിച്ചു ഇപ്പൊ വചനം വായിക്കുന്ന ആരാണ്, കാരണം ആ സിസ്റ്ററെ കാണാനില്ലല്ലോ. ഇന്നലെ കഴിഞ്ഞ ദിവസം ഗൾഫിൽ നമ്മുടെ ചർച്ചിലുണ്ടായിരുന്നു, റിലീസിൽ വിളിച്ച് കഴിഞ്ഞ അവിടെ അന്വേഷിക്കുന്നുണ്ട് ആ വചനം വായിക്കുന്ന സിസ്റ്റർ ഒന്ന് കാണിച്ചു തരുമെന്ന് ചോദിച്ചു. അതുപോലെ അത് ക്യാമറ കാണിക്കാറില്ല, വായിക്കുന്ന ശബ്ദം മാത്രം, പക്ഷെ നല്ല രസം വായിക്കുന്നത് കേൾക്കാം. അതുപോലെ ഈ പറഞ്ഞ കണക്ക് വചനം വായിക്കുന്നവരെ വായിക്കുന്ന കേൾക്കുമ്പോൾ ചിലർ വായിക്കുന്നതൊക്കെ ഒരു പ്രത്യേകത കേട്ടോ. ആമേൻ, ദൈവത്തിന് സ്തോത്രം. അത് ദൈവം കൊടുക്കുന്ന ഒരു കൃപ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ നമ്മളിത് വായിച്ചത് കൃപാവരങ്ങൾ പറഞ്ഞ കണക്ക് അതും ഒരു കൃപയാണ്. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ കൃപാവരങ്ങൾ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നത്രേ. ശുശ്രൂഷ വ്യത്യാസമുണ്ട്, ഒരു കർത്താവ് ഒരുവൻ. വീര്യപ്രവൃത്തി വ്യത്യാസം എങ്കിലും എല്ലാവരും എല്ലാം പ്രവർത്തിച്ച ദൈവം ഒരുവൻ തന്നെ. ഹാലേലൂയ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും വിശ്വാസത്തിലേക്ക് വന്ന് പലരും ഹാലേലൂയ ആമേൻ പലരും ശുശ്രൂഷ വ്യത്യസ്തമായ ശുശ്രൂഷയാണ്. അപ്പൊ ഈ ശുശ്രൂഷ എന്തുകൊണ്ടാണ് അങ്ങനെ വ്യത്യസ്തമാകുന്ന വെച്ചാൽ പരിശുദ്ധാത്മാവാണ് എപ്പോഴും ശുശ്രൂഷകളെ നിയന്ത്രിക്കുന്നത്. ഹാലില് കാരണം പരിശുദ്ധാത്മാവാണ്, നമുക്കറിയാം സഭയുടെ അധ്യക്ഷൻ പരിശുദ്ധാത്മാവാണ്. ആ അധ്യക്ഷനായ പരിശുദ്ധാത്മ തന്നെയാണ് സകലത്തെ നിയന്ത്രിക്കുന്നത്.
അപ്പൊ ഈ ഒരു ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. കാരണം നമുക്കിപ്പോ മറ്റൊരാള് ഹല്ലേലൂയ ചെയ്യുന്ന കണക്കിന് എനിക്ക് ചെയ്യണം, അല്ലെ എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അപ്പൊ അത് എന്തുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ച് നമ്മുടെ ഉള്ളിൽ ചിലപ്പോൾ അസൂയയും കുശുമ്പും കുന്നായ്മയും ഒക്കെ വരാറുണ്ട്. ഹല്ലേലൂയ. പക്ഷെ അത് ഉള്ളിൽ വരുമ്പോൾ നമ്മൾ ചിന്തിക്കാൻ പോകുന്നൊരു കാര്യമുണ്ട്. ഹല്ലേലൂയ. ഇത് അവരുടെ ഇഷ്ടത്തിനല്ല ഇത് അവർക്ക് ലഭിച്ചത്, അവരുടെ ഇഷ്ടത്തിനല്ല അവരിത് പ്രവർത്തിക്കുന്നത്. ഹാലയിൽ കാരണം പരിശുദ്ധാത്മാവാണ് ഹാലയിൽ സകലത്തെയും സഭയുടെ ശുശ്രൂഷകളെ നിയന്ത്രിക്കുന്നത്. നമ്മളുടെ ശുശ്രൂഷയിലെയും പരിശുദ്ധാത്മാവ് തന്നെ. അപ്പൊ ഇവിടെ എല്ലാവർക്കും ആ വ്യത്യാസം എല്ലാം കൊടുക്കുന്ന ആത്മാവ് ഒന്നത്ര. എന്നിട്ട് ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഹാലയിൽ എന്താ പറയാ, താൻ ഇച്ഛിക്കും 11 വാക്യത്തെ അവസ്ഥ, താൻ ഇച്ഛിക്കും പോലെ അവന് അതത് വരം പകുത്തു കൊടുക്കും, ഒരേ ആത്മാവ് തന്നെ. അപ്പൊ താൻ ഇച്ഛിക്കും പോലെ, ആര് നമ്മൾ ഇച്ഛിക്കും പോലെയല്ല, അല്ലെ പരിശുദ്ധാത്മാവ് ഇച്ഛിക്കുന്നത് പോലെയാണ് നമുക്ക് ഓരോരുത്തർക്കും അതതിന്റെ വരം പകുത്ത് നൽകിയിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ കൂട്ടം തന്നെ ആ മേഘാലയിൽ നന്നായിട്ട് വചനം സംസാരിക്കാൻ അറിയാം, നമ്മൾ നല്ലതായിട്ട് വചനം, പക്ഷെ ആ വചനം സംസാരിക്കാൻ അറിയുന്നവര് പലരും കൃപാവര ശുശ്രൂഷ ചെയ്യുന്നില്ല. അപ്പൊ നമുക്കതൊരു കുറവായിട്ട് പറയാൻ പാടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ദൈവം കൊടുത്തേക്കുന്ന താലന്ത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെ അവർക്ക് വചനത്തിന്റെ ആഴങ്ങളിലേക്ക് വചനത്തിന്റെ മർമ്മങ്ങൾ പ്രസ്താവിക്കാൻ ചിലപ്പോൾ വചനം പറയാൻ അറിയത്തേയില്ല, പക്ഷെ അവരിലൂടെ ഹാലേലിയ ആമേ വെളിപ്പാടും ദർശനങ്ങളും ഒക്കെ കൊടുത്ത് പ്രവചന ശുശ്രൂഷ വെളിപ്പെടാറുണ്ട്. അല്ലെ കാരണം അതെന്താ പരിശുദ്ധാത്മാവ് ചെയ്യുക. അപ്പൊ അവരുടെ അയ്യോ അവർക്ക് വചനമില്ല, അവർക്ക് ഇത് പ്രവചിക്കുന്നല്ലോ എന്ന് പറയാനും പാടില്ല. ഹാലയില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പരിശുദ്ധാത്മാവാണ് ഓരോരുത്തർക്കും ഓരോ വരവും പകുത്ത് കൊടുത്ത്. അതിൽ ഒന്നാമത്തെ വരമായിട്ട് നമുക്കറിയാം വിശ്വാസം. ഇതെല്ലാവർക്കും പരിശുദ്ധാത്മാവ് കൊടുത്തിട്ടുണ്ട്. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ എന്താ പറയാ, നമ്മൾ ആരെങ്കിലും കർത്താവ് യേശുക്രിസ്തു ഭൂമി വന്ന് ജനിച്ചതോ മരിച്ചതോ ഉയർത്തെഴുന്നേറ്റതോ ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ നമ്മൾ വിശ്വസിച്ച് എങ്ങനെയാ, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. അപ്പൊ നമ്മൾ കർത്താവ് യേശു ക്രിസ്തുവിന്റെ വചനത്തെ കുറിച്ച് കേട്ട് വിശ്വസിച്ചു, അല്ലെ നമ്മളെല്ലാവരും രക്ഷയിലേക്ക് വരാൻ ഇടയായിട്ടുണ്ട്. അപ്പൊ വിശ്വാസം എന്നത് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ ഞാൻ എപ്പോഴും പറയും, നമ്മളെല്ലാവരിലും ഒരു 9 കൃപാവര ശുശ്രൂഷകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരിലും ഹാലേലിയ ഈ കൃപാവര ശുശ്രൂഷകൾ പലതും ഉണ്ട്. എല്ലാ സമയത്തും എല്ലാം അത് വെളിപ്പെട്ട് വരുന്നെന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷേ ആവശ്യമുള്ള സമയങ്ങൾ അത് വെളിപ്പെട്ട് വരാറുണ്ട്. സാറാ മാസ്റ്റർ പ്രവചനം പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. വചനം ശുശ്രൂഷിക്കുന്നില്ലേ? ജ്ഞാനത്തിന് തന്നിട്ടില്ലേ? വിശ്വാസമില്ലേ? അല്ല ചിലപ്പോൾ പ്രാർത്ഥിക രോഗസൗഖ്യമാകുന്നില്ല. കാരണം ഇപ്പോഴും ഇത് ഓപ്പറേറ്റ് ആകുന്നില്ല എന്ന് വിചാരിച്ചിട്ടും ഇതൊന്നും എല്ലാവരും ഇല്ലാതിരിക്കത്തില്ല. പക്ഷെ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എന്താണോ കൂടുതലായിട്ട് ദൈവം തന്നിരിക്കുന്ന കൃപ എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്നിട്ട് അതിന് നമ്മൾ ഹാലേലിയ നമ്മൾ അതിന്മേൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മളിൽ നിന്ന് ഹാലേലിയ എന്താ പറയാ, അത് ഒരുപാടായിട്ട് ആൾക്കാർക്ക് പൊതു പ്രയോജനം. അപ്പൊ നമുക്ക് കിട്ടാത്തത് ഓർത്തിട്ട് അയ്യോ എനിക്ക് പ്രവചനം തന്നില്ലല്ലോ, എനിക്ക് രോഗശാന്തി വരെ തന്നോളല്ലോ, അപ്പൊ എനിക്ക് പ്രവചനം കിട്ടി. ഇത് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഹാലേലിയ കിട്ടാത്തതിനെ ആലോചിച്ച് അതിന്റെ കിട്ടാത്ത ആ വിഷമത്തിൽ ഇരുന്നിട്ട് ഹാലേലിയ നമുക്ക് തന്നതിനെ മറന്നു പോവില്ല. നമ്മൾ താലന്തുകളുടെ ഉപമ പഠിക്കുമ്പം ഒരു താലന്ത് കൊടുത്തുവാൻ എന്താ വിചാരിച്ചു? ഒന്നല്ലേ ഉള്ളു, കൊണ്ടുവന്ന് കുഴിച്ചിട്ടേക്കാം, ഒന്നും ചെയ്യണ്ട. ഇത് നമ്മൾ ചെയ്യരുത്. കാരണം 5 കൊടുത്തവൻ വർദ്ധിപ്പിച്ചു, 5 കൂടെ ആക്കിയപ്പോൾ അവന് ഹാലയില് ആമേ എന്താ പറയാ ഇവിടുന്ന് കൂടെ എടുത്ത് അതുകൂടെ കൊടുത്തു. അപ്പൊ നമ്മൾ തന്നത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് സന്തോഷത്തോടു കൂടി ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് വീണ്ടും ലഭിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് മനസ്സിലായത് പലർക്കും എന്താ പറയാ, ചിലപ്പോൾ പ്രാർത്ഥിക്കാമല്ലോ. ഇപ്പൊ കൃപാവരങ്ങൾ എഴുതിയിട്ടില്ലെന്നിരുന്നിട്ട് പ്രാർത്ഥന ഒരു കൃപാവരം, പക്ഷെ പ്രാർത്ഥന ഒരു വരം തന്നെയാണ്. പ്രാർത്ഥനയുടെ ആത്മാവ് ഹാലേലിയ നമുക്ക് തന്ന പ്രാർത്ഥനയുടെ വരം നമുക്ക് പലയിടത്ത് പറഞ്ഞിട്ട്, അപ്പൊ പ്രാർത്ഥന ഒരു വരമാണ് ഹാലേലിയ. അപ്പൊ ഈ പ്രാർത്ഥിക്കാനുള്ള വരം നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഇത് പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മൾ അറിയാണ്ട് പ്രാർത്ഥനയുടെ ഇടയിൽ കൂടെ നമ്മൾ ചില വെളിപ്പാട് കാണാൻ തുടങ്ങും, ചില ദർശനം കാണാൻ തുടങ്ങും. നമ്മൾ ഹല്ലേലൂയ എന്താ പറയാ അതിനുവേണ്ടി പ്രവചിക്കാൻ തുടങ്ങും. നമ്മൾ ഇപ്പോൾ ഓർക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ ദേശീയപാത പലയിടത്ത് ഇടിഞ്ഞു വീണ് നമ്മൾ എനിക്കൊന്ന് 2 മാസം മുമ്പ് അങ്ങോട്ട് പ്രാർത്ഥിക്കുമ്പോഴേ കണ്ടത് അതിന് ഇടിഞ്ഞ് കാറിന്റെ മുമ്പിൽ വണ്ടികളുടെ മുകളിലേക്ക് വീഴുന്നതായിട്ട് വെളിപ്പാട്. പക്ഷെ നമ്മൾ അന്നത് കുറച്ചു ദിവസം പ്രാർത്ഥിച്ചു അത് വിഷയം. പക്ഷെ പ്രാർത്ഥിച്ചുകൊണ്ട് എന്താ സംഭവിച്ച അത്ഭുതം, പലരും പറയുന്ന അത്ഭുതം സംഭവിച്ചത് കാരണം ഒരു മനുഷ്യന് ആപത്ത് വന്നില്ല.
കാരണം വണ്ടിയുടെ മുകളിലേക്ക് എല്ലാം വീണിട്ടും ഒരു മനുഷ്യനും ഒരു പോറൽ പോലും പറ്റിയില്ല എന്നുള്ളത്. അപ്പൊ ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് നല്ല ട്രാഫിക് ഉള്ള സമയമൊക്കെ ആയിരുന്നു ഇടിച്ച് വീണെങ്കിലോ ഒന്ന് ആലോചിച്ച് നോക്കി. ഇന്നലെ അതുപോലെ തൃശ്ശൂർ ഹാലേലി, ഇന്നലെ ഭയങ്കര അത്ഭുതമായിരുന്നു. തൃശ്ശൂർ 3000 സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു ഹാലേലി ആമേൻ, എന്താ പറയാ, ഈ ഷീറ്റ് മുകളിൽ ഏറ്റവും ആ വ്യാപാര ഭവന്റെ ഏറ്റവും മുകളിൽ വെച്ച് 3000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഷീറ്റ് ഭയങ്കര മഴയത്തും കാറ്റും റോഡിലേക്ക് തെറിച്ച് വന്ന ഫുള്ളായിട്ട് വീണു. ആ സമയത്ത് റോഡിൽ അത്ഭുതം, കാരണം നല്ല തിരക്കുള്ള സ്ഥലമാണ്. പക്ഷേ ഒറ്റ വണ്ടിയായിട്ട് ഒരു മനുഷ്യരായിട്ട് ഒന്നുമില്ല. അതിന് തൊട്ടും വലിയ മഴ പെയ്തുകൊണ്ട് ആൾക്കാർ അത് ഒരാൾക്ക് പോലും ആപത്ത് വരുത്തില്ല. പ്രകൃതിക്ഷോഭങ്ങൾ ഹാലേലിയ ആമേൻ, നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഹാലേലിയ ആമേൻ, ജനം ഉണർന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ അല്ലെങ്കിൽ ഒരാൾക്കെങ്കിലും അതിനകത്ത് അതെ നമ്മൾ കണ്ട തന്നെ പേടിച്ചു. 3000 സ്ക്വയർ ഫീറ്റുള്ള സാധനം വെച്ചാൽ ചെറിയ സാധനമല്ല, ഒരു വീട്, വലിയൊരു വീടിന്റെ അത്രയുണ്ട് വീട് താഴേക്ക് വീണത്. അല്ലെ, അത് ആസ്പെറ്റോ ഷീറ്റ് മുകളിൽ വെച്ചിരുന്നതിന്റെ കറക്റ്റ് ആ ഇതെല്ലാം കൂടെ ഇത്ര വെയിറ്റ്, നല്ല വെയിറ്റ് ഉള്ള സംഭവമാണ്. അപ്പൊ ഇതുപോലെ ഈ സമയങ്ങളിൽ ഹാലെ പലയിടത്തും ദുരന്തങ്ങൾ വരുമ്പോൾ അത് ഒഴിഞ്ഞു പോകുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാലെ ദൈവമക്കൾ ഉണർന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ്. പലർക്കും ദൈവം വെളിപ്പാട് കൊടുക്കുന്നു, ദർശനം കൊടുക്കുന്നുണ്ട് ഹാലെ. അപ്പൊ അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ പലതും ഹാലയില്ല മാറിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട്. ഹാല വലിയ ദുരന്തങ്ങളൊക്കെ വേണ്ട അമ്മ ഇവിടെ നമുക്ക് തന്ന കൃപാവരങ്ങൾ അതുപോലെ ഹാലെ നമുക്ക് തന്നിരിക്കുന്ന കൃപാവരങ്ങൾ നമ്മൾ വിശ്വസ്തയോടുകൂടി ഉപയോഗിക്കണം. ഇവിടെ ദൈവം പറഞ്ഞു, നമ്മൾ പലപ്പോഴും നമ്മുടെ ശരീരം, സഭയെക്കുറിച്ച് പറയുമ്പോൾ ശരീരത്തെക്കുറിച്ച്, പക്ഷെ ഇവിടെ പരിശുദ്ധാത്മാവിനെ ഇന്നലെ ഞാൻ വായിക്കുന്ന സമയത്ത് ഹാലയിലെ ഇന്നലെ 2-3 ദിവസം ഇത് വായിച്ചിരുന്നു. ഇന്നലെ ഞാൻ എനിക്ക് വായിച്ചു, ഇന്നലെ രാവിലെ മെസ്സേജ് പറയാനിരുന്നത് ഹാലെ. അപ്പൊ ഇവിടുത്തെ ശരീരത്തെക്കുറിച്ച് പറയുന്നത് ഹാലയിലെ ആമേ, നമ്മൾ സഭയാകുന്ന ശരീരത്തെക്കുറിച്ച് പറയുന്നതിനെക്കാട്ടി കൂടുതൽ കൃപാവര ശുശ്രൂഷ, കൃപാവരങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് ശരീരത്തെക്കുറിച്ച്, ശരീര അവയവം എന്ന് പറയുന്നത് ഹാല ഇവിടെ പറയുന്നത് ആമേ, താൻ ഇച്ഛിക്കുമ്പോൾ എല്ലാം പ്രവർത്തിക്കും, താൻ ഇച്ഛിക്കുമ്പോൾ അവന് അതുവരെ പകുത്തു കൊടുത്ത് ഒരേ ആത്മാവ് തന്നെയോ. ശരീരം ഒന്നും അതിന് അവയവം പലത്, ശരീരത്തെ അവയം പലതായിരിക്കും, എല്ലാം ഒരു ശരീരം ആയിരിക്കുന്നത് പോലെ ആകുന്നു ക്രിസ്തു. യഹൂദനെ യവനെ ദാസന സ്വതന്ത്രം ഏക ശരീരന്മാർ ഒരേ ആത്മാവിൽ സ്നാനമേറ്റ് എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തിരിക്കും. ശരീരം ഒരു അവയവമല്ല, പല അത്ര ഞാൻ കൈയല്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ശരീരത്തെക്കുറിച്ച് ഇപ്പൊ നമ്മള് അല്ല നമ്മുടെ സഭയാകുന്ന ശരീരത്തെക്കുറിച്ച് ശരീരം ഹാലേലിയ ഒന്ന് തന്നെയാണ്, പല അവയവങ്ങളാണ് നമ്മളെന്ന് പറയുന്നുണ്ട് ഇവിടെ ഹാലേലിയ. എന്നിട്ട് അമ്മ അവിടെ പറയും എവിടെ ദൈവമോ തന്റെ ഇഷ്ടപ്പെട്ട അവയവങ്ങളെ ശരീരത്തിന് വെവ്വേറെ വെച്ചിരിക്കുന്നു ഹാലേലിയ. അപ്പം നമ്മുടെ ശരീരം ഹാലേലിയ ഇപ്പൊ ഞാനാകുന്ന ഒരു അവയവം ഹാലേലിയ, ഈ അവയവത്തിന് ദൈവം പകർന്നു തന്നിരിക്കുന്ന കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ മറ്റൊരു അവയവം എന്താ സന്തോഷിക്കണം ഹാലേലുയ. കാരണം അവ ഇവിടെ പറയുന്നുണ്ട്, അതിന് ഒരവയവം കഷ്ടമാണ്, ഒരവയവം കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അവയവങ്ങളൊക്കെയും കഷ്ടമാണ്. ഒരവയവത്തിന് മാനം വന്ന അവയവങ്ങളൊക്കെയും സന്തോഷിക്കും. അപ്പൊ ഒരാളിലൂടെ ഒരു ശരീരം അല്ല നമ്മളാകുന്ന ഒരു വ്യക്തിയിലൂടെ അല്ലെ ഒരു അവയവത്തിലൂടെ ഹാലേലിയ അവിടെ കഷ്ടമാണെങ്കിലും അവർക്ക് മാനമാണെങ്കിലും നമ്മൾ എന്ത് വേണം വെച്ചാൽ അത് സന്തോഷിക്കുകയും ഹാലേലിയ അഭിമാനം. ഇപ്പൊ നമ്മുടെ ഗേൾ സിസ്റ്റം മോഡൽ റിസൾട്ട്, ആഷറിന്റെ റിസൾട്ട് കേട്ടത് നമുക്ക് ഭയങ്കര സന്തോഷം വന്നു. കാരണം എന്താ നമുക്ക് സന്തോഷം വന്നതാ, നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ തന്നെ ശരീരത്തിന്റെ ഭാഗമായ ഒരു അവയവത്തിന്റെ ആ അഭിമാനം മാനം വന്നപ്പോഴത്തേന് നമുക്കത് ഭയങ്കര മാനമായിട്ട് ഭയങ്കര അഭിമാനമായിട്ട് തോന്നിയല്ലേ കാരണം നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി. നമ്മുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നത് പോലെ തന്നെയാണ് നമുക്ക് നമ്മുടെ കൂട്ടത്തിലൊരു കുഞ്ഞ് നല്ല റിസൾട്ട് ലഭിക്കുമ്പോഴും അല്ലെങ്കിൽ നല്ല അഡ്മിഷൻ ലഭിക്കുമ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് വരുന്ന സന്തോഷം. കാരണം അതെന്താ അങ്ങനെ സന്തോഷിക്കാൻ കഴിയും. ഇപ്പൊ നമുക്ക് അതുപോലെ ബുദ്ധിമുട്ട് വന്നു, വിഷമം വന്നു വരുമ്പോൾ അതുപോലെ തന്നെ പലരും എന്താ സഹായിക്കുന്നതിന്റെ കാര്യം, അവർക്കുള്ളത് പകുത്തു കൊടുക്കുന്നതിന്റെ കാര്യം എന്താ. അപ്പൊ ആ കഷ്ടം അവർക്കും കഷ്ടമായിട്ട് തോന്നുന്നുണ്ടാ അല്ലേ? ഇതൊക്കെ ഇല്ലെങ്കിൽ എന്താണ് നമ്മൾ ദൈവസഭ എന്ന് പറയുന്നത്? എന്താ നമ്മുടെ ശരീരം, നമ്മൾ സഭയാ ദൈവത്തിന്റെ ശരീരമാണ്, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് ആണ് നമ്മളെന്ന് പറയുന്നത് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഞാൻ പറയും ലോകത്തിൽ ഒരൊറ്റ സഭയെ ദൈവം സ്ഥാപിച്ചിട്ടുള്ളൂ. എന്താണ്? യേശു ശരീരമാകുന്ന സഭ. ഇന്നത് ഒരു 10,000-കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പലരുടെയും പേരിലും പല രീതിയിലും ഒക്കെ സഭകളുണ്ടെങ്കിലും പക്ഷെ കർത്താവിന് മുമ്പ് ചെന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ IPC വന്നു, നിങ്ങൾ ചർച്ച് ഓഫ് ഗോഡിൽ നിന്ന് വന്നു, നിങ്ങൾ AG വന്നു, നിങ്ങൾ എന്താ പറയാ നമ്മുടെ വേറെ ഇൻഡിപെൻഡന്റ് വന്നു, ഒന്നും ദൈവം ചോദിക്കുന്നില്ല. അവിടെ ചിലർ ചോദിക്കുക സാറാമസ്റ്റ ഏത് സഭയിൽ നിന്ന് വന്നെന്ന് ചോദിക്കുക? ഇല്ല, ചോദിക്കത്തില്ല. കാരണം ഹാലിലെ കർത്താവിന്റെ ഒരൊറ്റ കർത്താവിന്റെ ശരീരമാകുന്ന സഭ മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ശരീരമാകുന്ന സഭയെ നമ്മളെങ്കിൽ ആ ശരീരത്തിന്റെ അവയവങ്ങളാണെങ്കിൽ ഓരോരുത്തർക്കും നമുക്ക് ഒരു കൈയൊന്ന് മുറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം മുഴുവൻ വേദനിക്കുന്ന പോലെ തന്നെ നമുക്ക് ഈ ഫീലിങ്സ് ഇന്ന് ഇല്ല. ഈ സന്തോഷം ഒരാൾ നന്നായി വരുമ്പോ അയ്യോ അവന്റെ സഭ ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ, അങ്ങ് ഇഷ്ടം പോലെ ആളും ഓടിക്കയറുന്നു വളർന്നു വരുന്നു, ഞാനിവിടെ ഇരുന്നിട്ട് ഇത്ര വർഷമായിട്ട് എനിക്ക് ഇത്രയുള്ളു.
ഇതാണ് ഇന്ന് പലപ്പോഴും ഹാലേ ഒരാൾ നല്ല അത്ഭുതം ചെയ്യുമ്പോഴും വീര്യപ്രവൃത്തി ചെയ്യുമ്പോൾ ഹാലേലിയ എവിടെയെങ്കിലും പരിശുദ്ധാത്മാവിന്റെ വലിയ അത്യന്ത ശക്തി വെളിപ്പെടുമ്പോൾ ഹാലേ എന്താ അവിടെ ഗോസിപ്പുകൾ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ശരീരത്തിന്റെ സഭയെന്ന വെളിപ്പാടിന്ന് പുറത്തു പോകുന്നത് കൊണ്ടാണ്. ഞാൻ എപ്പോഴും കർത്താവിനെ മേശയെടുക്കുമ്പോൾ നമ്മൾ ഒരപ്പത്തിന്റെ അംശികളാണ് എന്നൊക്കെ പറയും. പക്ഷെ ഈ അപ്പത്തിന്റെ അംശികളാണെന്ന് പറയുമ്പോൾ ഹാലേലി എവിടെ പോകുന്നു? ഇത് ബാക്കിയുള്ള കാര്യങ്ങൾ എവിടെ പോകുന്നു? ഹാലേലി ഞാൻ എപ്പോഴും പറയാം, എനിക്ക് ഭയങ്കര എന്താ പറയാ, ഈ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ പറയുന്നതൊക്കെ ഒരു പാസ്റ്റർ എന്ന രീതിയിൽ പറയുമ്പോൾ എനിക്ക് നമ്മുടെ ബിജു പാസ്റ്റർ ഭയങ്കര ഇഷ്ടം. ഞാൻ എപ്പോഴും സാറാ സിസ്റ്റർ പറഞ്ഞിട്ടില്ല, പലപ്പോഴും നമ്മുടെ ഗ്രേസ് സിസ്റ്റർ ഹസ്ബൻഡ് ബിജു പാസ്റ്റർ. കാരണം പുള്ളിക്കാരന് ശരിയായ നല്ല വെളിപ്പാട് ദൈവം കൊടുത്തിട്ടുണ്ട്. വലിയ ഫേമസ് പാസ്റ്റർ ഒന്നും അല്ല, പക്ഷേങ്കില് നിൽക്കുമ്പോൾ നിൽക്കുന്ന സഭയിൽ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കാരണം ഓരോ കാര്യങ്ങളിലും അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന വെളിപ്പാടുകൾ ദൈവം കൊടുത്തിരിക്കുന്നത് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു എന്ത് പഠിപ്പിച്ചോ ആ ഒരു അടിസ്ഥാനമുണ്ട്. ലോകം അറിയപ്പെടുന്ന പാസ്റ്റർ ഒന്നുമല്ല, പക്ഷേങ്കിൽ ദൈവം അറിയുന്ന ഒരു പാസ്റ്റർ എന്ന് ഞാൻ പറയും. കാരണം വെച്ചാൽ എന്ത് കാര്യം പറയുമ്പോഴും ഒരു മാനുഷിക ചിന്തയിൽ നല്ലത് പറയുന്നത്. അപ്പൊ അവിടെ എല്ലാം ഞാൻ പറയാം. അപ്പൊ ആവശ്യമില്ലാതെ എപ്പോഴും കുറ്റങ്ങളും കുറവുകളും മറ്റും മറിച്ചൊക്കെ ഓരോരുത്തരെ കുറിച്ച് പറയുമ്പോഴും അവിടെ അങ്ങനെ ഒരു കാര്യങ്ങളിലേക്കല്ല അദ്ദേഹം സംസാരിക്കുന്നത് കൂടുതലും. ദൈവം അപ്പൊ നമുക്ക് ചില വെളിപ്പാടിലൊക്കെ നമുക്ക് തന്നെ അതിശയം തോന്നുന്നുണ്ട്. ഇത്രയൊക്കെ ജനങ്ങൾ ദൈവ ഇപ്പൊ അവർ IPS രണ്ടെല്ലാം നിൽക്കുന്നെങ്കിൽ പോലും ഞാൻ പറയാം, ഞാൻ ആഭരണം ഇട്ട് അവിടെ ചെല്ലില്ല, എനിക്ക് കറുത്ത വേഷം തരുന്നതിനൊരു കുഴപ്പമില്ല, ചെല്ലുമ്പോൾ നമുക്ക് മൈക്ക് തരുന്നതിനൊരു കുഴപ്പമില്ല. കാരണം എല്ലാവർക്കും അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞ ഒരു വെളിപ്പാട് ദൈവം കൊടുത്തിട്ടുണ്ട്. ചിലരൊക്കെ വെളിപ്പാടെന്ന് പറയും വെളിവുകേട് പറയുമ്പോൾ അദ്ദേഹത്തിന് ദൈവം ഞാൻ പല ഇൻസിഡൻസും പാസ്റ്ററോട് അത് ഷെയർ ചെയ്യാറുണ്ട്. കാരണം പാസ്റ്റർ പറയുന്നത് കാരണം നമുക്ക് ഭയങ്കര അതിശയം തോന്നും. അതുപോലെ നമ്മൾ ഇന്ന് നിൽക്കുന്ന കർത്താവിന്റെ ഇഷ്ടം എന്താണോ, നമ്മൾ വലിയ ഫേമസ് ആയ ലോക പ്രശസ്തനായ എന്നുള്ളതല്ല, കർത്താവിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് അതിനു വേണ്ടി നമ്മൾ നിൽക്കുമ്പോഴാണ് നമ്മൾ കർത്താവിന്റെ ഇഷ്ടം ചെയ്യുന്നവരായി മാറും. നമ്മൾ യേശു കർത്താവ് പഠിപ്പിച്ചത്, അപ്പോസ്തലന്മാര് ഫോളോ ചെയ്തത് ഇന്ന് നമ്മൾ നമ്മൾ അത് തന്നെ അത് ചെയ്യാനായിട്ട് നമ്മളെ ആക്കിയേക്കുന്ന ദൈവം അല്ലേ. നമുക്ക് എന്ത് മാറ്റം വന്നെന്ന് പറഞ്ഞു, എന്തൊക്കെയെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ആയിരിക്കുന്ന ഒരു കൾച്ചറുണ്ട്. നമ്മൾ പല രാജ്യത്തിനും പല രാജ്യത്തിന്റെ കൾച്ചറുണ്ട്. നമ്മൾ ആയിരിക്കുന്ന രാജ്യത്തിന്റെ കൾച്ചർ അത് നമ്മളുടെ ലൈഫിൽ എപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്നവരാ അല്ലേ. ഇപ്പൊ നമ്മളങ്ങ് അമേരിക്കയിൽ ചെന്നെന്ന് പറഞ്ഞിട്ടോ UK ചെന്നെന്ന് പറഞ്ഞിട്ടോ നമ്മൾ ആരെങ്കിലും ചർച്ചിൽ പോകുമ്പോൾ സ്ലീവ്ലെസ്സും ഒക്കെ ഇട്ട് ഷോർട്ട് മിഡിയൊക്കെ ഇട്ട് പോവോ? സാറാ മിസ്റ്റേ ഇല്ല. കാരണം എന്താണെന്നറിയാം, നമ്മൾ വളർന്നൊരു കൾച്ചറുണ്ട്. പക്ഷെ ഇപ്പൊ അവിടെ ഉള്ളൊരു മതം അങ്ങനെ വന്നാൽ നമുക്ക് കുറ്റം പറയാൻ പറ്റും? ഇല്ല. കാരണം എന്താ, അവരുടെ കൾച്ചറുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലേ? അപ്പൊ നമ്മൾ എവിടെ ചെല്ലുമ്പോഴും നമ്മൾ വളർന്ന് ജീവിച്ചു വന്ന സാഹചര്യങ്ങളുടെ ഒരു കൾച്ചറുണ്ട്. അതിനെ ഫോളോ ചെയ്യാൻ, അല്ലാതെ എന്താ അവരത് ചെയ്യുന്നില്ലേ, ഇവരിത് ചെയ്യുന്നില്ലേ, അത് ശരിയല്ല, അങ്ങനെ ചെയ്തോടെ ഇങ്ങനെ ചെയ്തോടെ ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ എന്നോട് ഇങ്ങനെ പലരും പറയും, ഞാൻ പറയും നിങ്ങൾ അവര് ചെയ്യുന്നു ഇവര് ചെയ്യുന്നു നോക്കണ്ട, നമുക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്നു അത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. നമ്മുടെ മനസാക്ഷി കുറ്റം വിധിക്കുന്ന ഒന്നും നമ്മൾ ചെയ്യണം. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടോ, മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ടോ, മറ്റുള്ളവരുടെ മുമ്പിൽ ആകാൻ വേണ്ടിയിട്ടോ മനസാക്ഷി കുറ്റം, അതിപ്പോ നിങ്ങൾ കൊടുക്കുന്ന കാര്യത്തിൽ പോലും നിങ്ങൾ ചെയ്യരുത്. ഒരാൾക്ക് ബുദ്ധിമുട്ടാണല്ലോ, കുറച്ച് എന്തെങ്കിലും കൊടുക്കണമായിരുന്നു, കൊടുത്തു പോയല്ലോ, എത്രയും വേണ്ടായിരുന്നു, എത്രയും കൊടുക്കണമായിരുന്നു, ഇങ്ങനെയൊക്കെ ചിന്ത നമ്മുടെ പലരുടെ മനസ്സിൽ. അല്ലെങ്കിൽ കൊടുക്കാന്ന് പറഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഇത്രയൊക്കെ കൊടുക്കണോ, അല്ലെങ്കിൽ ഇതിന്റെ ആവശ്യമുണ്ട്, ഇതൊക്കെ ഈ സംഭവങ്ങളൊന്നും നമ്മുടെ ചിന്തയിലേക്ക് വരുന്നില്ല. കാരണം നമ്മൾ ശരീരമാണ്. ഇവിടെ പൗലോസ് സപ്പോസ് ഈ ഭാഗമെല്ലാം പറഞ്ഞു വന്നിട്ട് അവസാനം നിങ്ങൾ അതിശ്രേഷ്ഠ മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു. 13 അധ്യായം നമുക്കറിയാം, സ്നേഹത്തിന്റെ ഒരു അധ്യായമാണ്. സ്നേഹത്തെ കുറിച്ച് അത് മൊത്തം പറയുന്ന അപ്പൊ ആ സ്നേഹമാണ് ഇതിനെക്കാട്ടി നല്ലൊരു മാർഗം. എന്ന് വെച്ചാൽ ശരീരങ്ങൾ അവയവങ്ങളാണ്. നമ്മൾ ഒരവയവത്തിന് കഷ്ടം വരുമ്പോൾ ഒരവയവത്തിന് സന്തോഷം വരും, നമ്മൾ സന്തോഷിക്കുന്ന അവയവത്തിന് കഷ്ടം വരും, നമുക്ക് കഷ്ടം അനുഭവിക്കും. ഇതെല്ലാം പറഞ്ഞാൽ ശരീരം എന്ന വെളിപ്പാടിൽ വന്നതിന് ശേഷം തൊട്ടടുത്ത് പറഞ്ഞത് സ്നേഹത്തെ കുറിച്ച് പറയുന്നത്.
കാരണം എന്താ, നമ്മുടെ സഭ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് എന്തിലായിരിക്കണം? സ്നേഹത്തിലായിരിക്കണം. ആ സ്നേഹമുണ്ടെങ്കിൽ ഞാൻ പറയാ നമ്മളെ ഒരുപാട് ചർച്ചകൾ നമ്മുടെ ചുറ്റുപാട്. ഇപ്പൊ നമുക്ക് ഇവിടെ നാട്ടിലുള്ളേക്കാട്ടി കൂടുതൽ UAE നമ്മുടെ വിജയ സിസ്റ്റർക്ക് അവരൊക്കെ ചോദിച്ചാൽ UAE ഒരുപാട് സഭകളുണ്ടെങ്കിൽ ഒരുപാട് സഭയിലും ഒരുപാട് ആൾക്കാർ പുറത്തുനിന്നൊക്കെ ഇന്റർനാഷണൽ കോൺഫറൻസുകളും മീറ്റിങ്ങുകളും ഹാലിലൊക്കെ നടക്കാൻ ഉപയോഗിക്കുന്ന ദൈവദാസന്മാരെയൊക്കെ കൊണ്ടുവരാറുണ്ട്. അപ്പൊ അവിടെയൊക്കെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ എപ്പോഴും അങ്ങനെയുള്ള മീറ്റിങ്ങുകൾക്കെല്ലാം പോയി അറ്റൻഡ് ചെയ്യും. അങ്ങനെ പോയി അറ്റൻഡ് ചെയ്ത് നമ്മുടെ വിജയ സിസ്റ്ററൊക്കെ പരിചയപ്പെട്ടാണ് ഹാലയില്. അപ്പൊ അങ്ങനെ പോയി അറ്റൻഡ് ചെയ്യും. കാരണം എന്താകട്ടെ, അവിടെ ഉള്ളവർക്ക് പലർക്കും ഈ ഇതിനുള്ളിൽ ഈ പൊട്ടക്കുള്ളത്തിൽ മാത്രം നിൽക്കാൻ പാടുള്ളൂ എന്നുള്ള ചിന്തയില്ല. ഇവിടെ മാത്രമേ പാടുള്ളൂ, ഇവിടെ നിന്ന് എങ്ങോട്ടും പോറ്, നിങ്ങൾ വേറെടുത്ത് പോറ്, വേറെ വചനം കേക്ക്, വേറെ സമയം പോര്. ഇതെന്താ പറയാ, ഇത് പൊട്ടക്കുളത്തിലെ തവളയാണ്. കാരണം ഈ കുളത്തിലിട്ട് വളർത്തുന്ന തവളേനെയാന്ന് പറയും. പക്ഷെ അവിടെ ആ ചിന്തയില്ല. മിക്ക ആൾക്കാർക്ക് അതില്ല. കാരണം പാസ്റ്റർമാർ തന്നെ എല്ലാവരും കൂട്ടിയിട്ട് പോയി അറ്റൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്, വെളിപ്പാടുള്ളവരെല്ലാം ചെയ്യാറുണ്ട്. അപ്പൊ ഇതെന്താ, അവിടെ പോകുമ്പോ എന്തുകൊണ്ടാ അതിന് സമ്മതിക്കുന്നറിയാം? അതും ക്രിസ്തുവിന്റെ ശരീരമാണ്, ഇതും ശരീരത്തിന്റെ ഭാഗമാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇതില്ലാത്തവനാണ് ഇതിനെയൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്നത്. കാരണം എന്താകട്ടെ, അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ശരിയാകത്തില്ല, ഇപ്പുറത്തോട്ട് പോയി ശരിയാകത്തില്ല. എന്താ, അത് വേറെ ആരുടേതാണ്, ഇത് വേറെ ആരുടെ സഭയാണെന്ന് ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും വേറെ ആരുടേന്നുമല്ല. നമ്മളെല്ലാവരും ഇതിന്റെ പാർട്ടാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ വിഷയം വരത്തില്ല. നമ്മളെല്ലാവരും ഇതിന്റെ പാർട്ടാണ്. കാരണം അതും ശരീരമാണ്. ആ ശരീരത്തിന്റെ എന്റെ കൈ അവിടെ നിൽക്കുകയാണ്. ഹാലല്ലേ, ഇത് കൈ എന്റെ കൈയല്ല, എനിക്ക് ആ കൈയായിട്ടൊരു ബന്ധമില്ലെന്നല്ല. ഇതെന്റെ കൈയാണെങ്കിൽ എനിക്ക് ബന്ധമുണ്ട്. ഹാലല്ലേ, അവിടെ നമുക്ക് പോകാം, അല്ലെ നമുക്ക് സഹകരിക്കാം, നമുക്ക് കൈകോർക്കാം. ഹാലല്ലേ, ഇവിടെ ഒരുമിച്ച് നിൽക്കാം. എനിക്കതൊക്കെ നമ്മുടെ വിജയ ഹസ്ബൻഡ് വിനോദ് പാസ്റ്റർ ഒക്കെ ഇന്റർനാഷണൽ കോൺഫറൻസ് ഒക്കെ സംഘടിപ്പിക്കുന്ന സമയത്ത് എടുക്കുന്ന എഫർട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഹാലയില്. കാരണം വെച്ച് കഴിഞ്ഞാല് അവിടെ എന്താ അവരുടെയൊക്കെ ഉള്ളിൽ ഹാലയില് ആ വരുന്ന ഓരോരുത്തരും ഡൽഹിയിൽ നിന്നൊക്കെ വരുന്നൊരു ദൈവദാസനൊക്കെ ട്രാവൽ ചെയ്തൊക്കെ വരുന്നത് ഹാലയില് അദ്ദേഹത്തിന്റെയൊക്കെ ഉള്ളിൽ ദൈവം കൊടുത്ത വെളിപ്പാട് എന്താ പറയാ, കർത്താവിന്റെ ശരീരമാകുന്ന സഭയ്ക്ക് വേണ്ടിയിട്ട് പ്രയോജനപ്പെടണം. ആ സഭയ്ക്ക് അതില് അവിടെ പലരെയും നമുക്ക് അന്ന് അവിടെയൊക്കെ ആ മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രയോ എടുത്ത് ദൈവം രഹസ്യത്തിൽ ദൈവം ഓരോരുത്തരെ പ്രയോജനപ്പെടുത്തുന്നുണ്ടെന്നുള്ളു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവിടെ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. ഇന്ന് റെസ്ട്രിക്റ്റഡ് ആയിട്ട് സ്വന്തം ജീവൻ പോലും എന്താ പറയാ വാളിന്റെ വാളിങ്ങനെ തൂങ്ങി നിൽക്കുന്നതൊക്കെ നിൽക്കുമ്പോഴും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന അതുപോലെ നമ്മള് മോശയെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിനെ നിന്ന വലിയ ധനമെന്ന് എണ്ണിയെന്ന് പറഞ്ഞ അത് അന്ന് നമ്മൾ ബൈബിൾ വായിച്ച് ഇന്ന് അതുപോലെ ചെയ്യുന്ന അനേകരെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റുവാണ്. ഭരിക്കുന്ന രാജാക്കന്മാരുടെ വീട്ടിൽ നിന്ന് തന്നെ രാജഭരണത്തിൽ ഇരിക്കുന്നവരുടെ വീട്ടിൽ നിന്ന് തന്നെ കർത്താവിന് വേണ്ടി അവിടുന്ന് അതെല്ലാം വിട്ടെറിഞ്ഞ് ഓടിപ്പോകുന്നവര്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അറിയുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ നമുക്ക് ഭയങ്കരമായ ആത്മീയ വർധന വരും. കാരണം എന്ന് വെച്ചാൽ ഹാലലിയ. അപ്പൊ ഇതൊക്കെ അറിയണമെങ്കിൽ എന്ത് വേണമെന്നറിയാ, അതൊക്കെ പോകണം. എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയുന്ന ഒരു എക്സ്ക്യൂസ് അല്ല. അറിയണം, നമ്മൾ അറിയാൻ ശ്രമിക്കണം ഈ ദിവസങ്ങളിൽ. അതുകൊണ്ട് നമ്മൾ ഞാൻ പറയാം, ഈ ചട്ടക്കൂട്ടിൽ ഒതുങ്ങിയിരിക്കുന്ന മനോഭാവം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ആത്മാവ് അതതിന്റെ വരം പകുത്തു കൊടുക്കുന്ന ആത്മാവിന്റെ പ്രവൃത്തികളെ തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടാണ്. എന്നിലുള്ള ആത്മീയ വരമല്ല നമ്മുടെ ബിജിസിസ്റ്റിലിരിക്കുന്നത്. അപ്പൊ അതും കൂടെ കണക്ട് ആകുമ്പോൾ നമുക്കത് പ്രയോജനപ്പെടുമ്പോഴാണ് നമുക്ക് മൊത്തത്തിൽ അത് പ്രയോജനം. അപ്പൊ താറാമസിൽ ഇരിക്കുന്ന കൃപാവരം അല്ലെങ്കിൽ ആത്മീയം വരം ചെന്നിലുള്ളതല്ല, എല്ലാം ഡിഫറെന്റ്. ഇതെല്ലാം കൂടെ കൂടുമ്പോൾ നമ്മൾ സാമ്പാർ വെക്കുമ്പോൾ എല്ലാം കൂടെ കൂട്ടിയിട്ട് എല്ലാം കാര്യങ്ങളും ചേരുവകളും ചേർക്കുമ്പോഴാണ് ഒരു സാമ്പാറായി മാറുന്നതെങ്കിൽ നമ്മൾ എല്ലാവരും കൂടെ കൂടുമ്പോഴായിരിക്കും ചിലപ്പോൾ യഥാർത്ഥമായിട്ടുള്ള അതിന്റെ ഒരു ടേസ്റ്റ് പുറത്ത് വരുന്നത്. അപ്പൊ ഒരാളെ മാറ്റി വെക്കാനുള്ളവരല്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അങ്ങനെ ആരെയും മാറ്റി നിർത്തരുത്. ആരെയും അത് അവരെ കുറ്റം പറഞ്ഞു അല്ലെങ്കിൽ അവരങ്ങനെയാണ് ഇവരിങ്ങനെ അവരുടെ ശുശ്രൂഷകളെ നമുക്ക് കുറ്റം പറഞ്ഞ് മാറ്റി വെക്കാനുള്ളതല്ല. ഇവിടെ ആത്മാവ്, അതുകൊണ്ട് ആത്മാവാണ് നമ്മളിപ്പോ ആര് ശുശ്രൂഷിക്കുമ്പോഴും ആര് എന്ത് പ്രാർത്ഥിക്കുമ്പോഴും അതിനെ കൺട്രോൾ ചെയ്ത പരിശുദ്ധാത്മാവാണെങ്കിൽ ഒരു പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടമാണ് അവിടെ വെളിപ്പെടുന്നത് മനസ്സിലാക്കുന്നത്. നമുക്ക് മനുഷ്യരോട് വല്ല വിരോധം തോന്നുമോ? അവരെ കുറ്റം പറയാൻ പറ്റുമോ?
ഇല്ല. അപ്പൊ പലരുടെയും ഹാലയിൽ ശുശ്രൂഷകൾ പല രീതിയിൽ ഹാലയിൽ ആമി വെളിപ്പെടുന്നത്. അപ്പൊ അത് ആമി ആരാ? പരിശുദ്ധാത്മാവാണ് അത് ചെയ്യിക്കുന്നതെങ്കിൽ ആമി പരിശുദ്ധാത്മാവിന്റെ കൺട്രോൾ. പിന്നെ മാനുഷ്യമായി ചെയ്യുന്ന പൗലോസ് എന്നോട് പറഞ്ഞിട്ട്, പൗലോസ് അപ്പോസ്തലൻ എഴുതിയിട്ടുണ്ട്, എനിക്ക് ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കാൻ അറിയാം, ബുദ്ധി കൊണ്ട് പ്രസംഗിക്കാൻ അറിയാം. അല്ല, അതുണ്ട്. അല്ല, അതിനെ നമ്മൾ മാറ്റി, അതിനെ ഇപ്പൊ നമ്മൾ തൊടുന്നതേ ഇല്ല. നമ്മൾ ഇവിടെ ആത്മാവിന്റെ കൃപാവരങ്ങൾ പകുത്തു തരുന്ന ആത്മാവിനെ കുറിച്ച് പറയാം. ഈ ആത്മാവിന്റെ കൃപാവര ശുശ്രൂഷകൾ നമ്മൾ അനുഭവിക്കുന്ന സമയത്ത് കാലില് അത് എപ്പോഴും ഒരുപോലെ ആയിരിക്കത്തില്ല. പരിശുദ്ധാത്മ, ഞാൻ അതുകൊണ്ടാ പറഞ്ഞു, ഞാൻ പലപ്പോഴും നമ്മുടെ ഗ്രൂപ്പിൽ പറഞ്ഞിട്ട് കേട്ട് ആൾക്കാർ ബോറടിച്ച് കാണാം. എന്നാലും പറയാ, നമ്മൾ പലപ്പോഴും കാണാണ്ട് ചില ബോർഡുകളൊക്കെ സൂപ്പർ നാച്ചുറൽ പ്രോഫറ്റിക് എൻകൗണ്ടർ, സൂപ്പർ നാച്ചുറൽ ഹീലിങ്സ്, സൂപ്പർ നാച്ചുറൽ മിറക്കിൾസ് എന്നൊക്കെ പറഞ്ഞ്, സൂപ്പർ നാച്ചുറൽ ഡെലിവറൻസ് എന്നൊക്കെ പറഞ്ഞ് പോസ്റ്ററൊക്കെ അടിക്കുന്നത്. ഹല്ലേലൂയ. ഇതൊക്കെ അടിച്ചു വെച്ചിട്ട് അങ്ങ് ചെല്ലുമ്പം പരിശുദ്ധാത്മ എന്ന് പറയാൻ ഞാനിന്ന് ലീവാന്ന് പറഞ്ഞാൽ എന്തോ ചെയ്യും? അല്ല, ഞാൻ ഇന്ന് പ്രവർത്തിക്കുന്നതാണ്. കാരണം ഇതൊന്നും നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റത്തില്ല. നമുക്ക് ഞാൻ നല്ല നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ പറഞ്ഞു, ഞാൻ ഉറങ്ങിപ്പോയി, കുറുക്കം വലിച്ച് മീൻസ് നല്ലോണം ഉറങ്ങി. പക്ഷെ എന്നിട്ടും പക്ഷെ അവസാനം എഴുന്നേറ്റ് പ്രാർത്ഥിച്ചപ്പോൾ നമ്മൾ ഭയങ്കര ആത്മശക്തി വ്യാപരിച്ച് ഡെലിവറീസ് നടന്നൊക്കെ ചെയ്ത്. കാരണം എന്താ? അത് ചെയ്ത ആരാ? പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടമാണ്. അത് ആർക്ക് വേണ്ടി ചെയ്യുന്ന വെച്ചാൽ അത് അനുഭവിക്കുന്നവർക്ക് ചെയ്യാൻ വേണ്ടി പരിശുദ്ധാത്മ തീരുമാനിച്ചു വെച്ചേക്കുക. ഇപ്പം അതിന് എന്റെ കഴിവുകൊണ്ടോ എന്റെ മെടുക്കൊണ്ടോ അല്ല, പരിശുദ്ധാത്മാവ് ഒരാളെ ഡെലിവറി ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് പരിശുദ്ധാത്മാവ് ചെയ്യും. അതിനിപ്പോ നമ്മൾ ഇത് ഉറക്കം തൂങ്ങിയാലും നമ്മളെ കൊണ്ട് തന്നെ അത് ചെയ്യിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അത് ചെയ്യുന്നത് നമ്മളല്ല, അത് ദൈവമാ ചെയ്യുന്നത്. അപ്പൊ അത് നമ്മുടെ ഇഷ്ടത്തിനല്ല ചെയ്യുന്നത്, അത് ദൈവത്തിന്റെ ഇഷ്ടത്തിനാണ് ചെയ്യുന്നത്. എനിക്കിപ്പോ ഒരാളോട് കൂടുതൽ സ്നേഹം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എനിക്ക് കൂടുതൽ അവർക്ക് കൊടുക്കാനൊന്നും പറ്റത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് കൊടുക്കുന്ന ആരാ? ദൈവം കൊടുക്കുന്നത്, പരിശുദ്ധാത്മാവ് കൊടുക്കുന്നത്, അല്ലേ? പലപ്പോഴും നമുക്ക് നമ്മുടെ ഇഷ്ടം എന്തായോ, നമ്മുടെ കൂട്ടത്തിരിക്കുന്ന എല്ലാവരും പരിശുദ്ധാത്മ അല്ലെങ്കിൽ നിറയണം, അവരെല്ലാവരും ഒക്കെ പ്രവചിക്കുക, എല്ലാവരും ആത്മ ശുശ്രൂഷ ചെയ്യണം. ഇതൊക്കെയാണ് നമ്മുടെ ഉള്ളിലെ ആഗ്രഹം മൊത്തം. പക്ഷേങ്കിൽ ദൈവം അപ്പോയിന്റ് ചെയ്ത സമയത്ത് മാത്രമേ ദൈവം അത് പകർന്നാലും അത് ഉപയോഗിക്കത്തുള്ളൂ. കാരണം സാറാമ്മ സിസ്റ്ററെ കുറിച്ച് നമുക്ക് നമ്മുടെ ഗ്രൂപ്പ് തുടങ്ങിയത് അന്ന് പ്രവാചകയാണ്, ശക്തമായ പ്രവാചകയാണെന്ന് പറയുന്നുണ്ട്. ഈ അഭിഷേകമൊക്കെ പകരുന്നുണ്ട്. പക്ഷേ ഈ യഥാർത്ഥ പ്രവചനം പുറത്തു വന്നു വെച്ച് ഇതുവരെ വന്നിട്ടില്ല. കാരണം പ്രവചനാത്മാവിൽ ഇതുവരെ പ്രവചിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അല്പമായൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷെ യഥാർത്ഥ പ്രവചനാത്മ ശക്തിയോട് പുറത്തു വന്നില്ല. അതെന്താകട്ടെ, അത് എന്തുകൊണ്ട് വരാത്ത? നമ്മൾ എന്തുകൊണ്ട് വരുന്നില്ല, എന്തുകൊണ്ട് വരും? പക്ഷെ ഇത് അപ്പോയിന്റഡ് ടൈം ഉണ്ട് ദൈവത്തിന്റെ. ആ പരിശുദ്ധാത്മാവ് അപ്പോയിന്റഡ് ടൈമിൽ ആരേത് ചെയ്യുന്നത് വെച്ചാൽ പരിശുദ്ധാത്മാവ് അത് ചെയ്യുന്നത്. പരിശുദ്ധാത്മ നമ്മുടെ നാവിനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. പരിശുദ്ധാത്മ നമ്മുടെ നാവിനെ തൊടാൻ തുടങ്ങും. അപ്പൊ പരിശുദ്ധാത്മാവ് ഇത് ചെയ്യാൻ തുടങ്ങും. അതിലെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സന്തോഷമുള്ള കാര്യം വെച്ചാൽ നമ്മൾ സ്വന്തമായിട്ടൊന്നും ചെയ്യാതെ പരിശുദ്ധാത്മ സമയത്തിന് വേണ്ടി വിധേയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. പല ആൾക്കാർക്കും പറ്റുന്ന പ്രശ്നം എന്ന് വെച്ചാൽ പ്രവചനം ഉണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേന് ഇത്രയും നാൾ കേൾക്കുന്ന എന്തെങ്കിലുമൊക്കെ പറഞ്ഞേക്കാന്ന് വെച്ചാൽ ബുദ്ധി എന്നൊക്കെ സാഹചര്യത്തിൽ നിന്നൊക്കെ പറയാൻ തുടങ്ങും. പക്ഷെ അങ്ങനെ പറയാൻ തുടങ്ങുന്നവർക്ക് ശക്തമായ പ്രവചനാത്മാവിലെ ഒരു പ്രവാചക എന്ന രീതിയിൽ ആത്മാവിന്റെ ഓപ്പറേഷൻസിലേക്ക് വരുത്തില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൂട്ടി വെക്കും പക്ഷേ അത് കുറെ നാൾ കഴിയുമ്പോഴത്തേക്കും അത് മാറിപ്പോവും, മങ്ങിപ്പോവും. പക്ഷേ നമ്മൾ ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ ദൈവം നമ്മളെ പുറത്തു കൊണ്ടുവരുമ്പോൾ അതിശക്തമായി പുറത്തു കൊണ്ടുവരും. നമുക്ക് ഏലീശയെ നമുക്കറിയാം. ഏലിയാവിന്റെ പിന്നാലെ നടക്കാൻ തുടങ്ങിയപ്പോൾ ഏലീശയ്ക്ക് ഒരു കാര്യം മനസ്സിൽ ഉണ്ടായിരുന്നു, എന്താ? ഇരട്ടി പങ്ക് ലഭിക്കണമെന്ന്. പക്ഷെ ഏലീശ അതിനു മുമ്പ് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു ശുശ്രൂഷ ചെയ്തായിട്ട് കാണുന്ന ഏലിയാവിന്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തത്. അവൻ കൂടെ പോയ പ്രവാചക ശിഷ്യന്മാരെല്ലാം കളിയാക്കി. ഏലിയാവ് പോലും പറഞ്ഞു, നീ ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് ഇല്ല എന്ന് പുറകെ നടന്നു. എത്ര പരിഹാസം നിന്നേ. കൃഷിയില് അതിന് തൊട്ട് മുമ്പ് ഏലിയാവിന്റെ കൂടെ നടക്കുന്ന സമയത്ത് ഒന്നും ചെയ്തതായിട്ട് എഴുതിയിട്ടില്ല. അവിടെ എടുത്തെഴുതിയിട്ടുണ്ട് ഏലിയാവിന്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തത് വെച്ചാൽ ഏലിയാവിന് വെള്ളം ഒഴിച്ചു കൊടുക്കലും പുതപ്പെടുത്ത് കൊടുക്കലും എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ചെയ്തേക്കുന്നത് പുള്ളിക്കാരൻ. അവിടെ അത് എന്താ? ആ സമയം വരെ ദൈവം അപ്പോയിന്റ് ചെയ്ത സമയം വരെ ഏലീശ മിണ്ടിയിട്ടില്ല. ഏലീശ ഒന്നും ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല സ്വന്തമായിട്ട്. അതുകൊണ്ട് ഏലീശ ദൈവം പുറത്തെടുത്തപ്പോൾ എന്താണോ ആഗ്രഹിച്ച അതേ രീതിയിൽ തന്നെ പുറത്തെടുത്ത്. ഏലിയാവ് ഏറ്റവും അവസാനം ചെയ്ത അത്ഭുതമാണ് ഏലീശ ആദ്യമായി ചെയ്തു തുടങ്ങിയത്.
അതുപോലെ അല്ല ഇന്ന് നിൽക്കുന്ന അല്ല നമ്മൾ കാത്തിരിക്കുകയാണെങ്കിൽ ആമേ കാത്തിരിക്കുന്ന ശക്തിയെ പുതുക്കും. ആമേ അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചൊരു വചനം പോലെ നമ്മൾ കാത്തിരുന്ന് കഴിഞ്ഞ് നമ്മൾ ശക്തിയെ പുതുക്കിക്കൊണ്ട് നമ്മൾ ചിറകടിച്ച് പറക്കാൻ തുടങ്ങും. ഹാലയിലെ പല ഇന്ന് അറിയപ്പെടുന്ന പല പ്രവാചക ശബ്ദങ്ങളെക്കാട്ടി മുൻപിൽ ചിലപ്പോൾ ആമേൻ ആമേൻ സിസ്റ്റർ പ്രവചന ശബ്ദം നിൽക്കുമായിരിക്കും. കാരണം അതുകൊണ്ടായിരിക്കും ഈ കാത്തിരിപ്പ് വരുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് നമുക്ക് വന്ന കൃപാവരങ്ങളെ കുറിച്ച്. ഈ കൃപാവരങ്ങൾ ഓരോന്നും പരിശുദ്ധാത്മ അതതിന്റെ ഇഷ്ടത്തിന് പരിശുദ്ധാത്മ താൻ ഇച്ഛിക്കും പോലെ അവനവന് അതത് വരം പകർത്ത് നൽകുന്നത്. അതുപോലെ തൊട്ട് മുമ്പ് എഴുതേണ്ടത് ഇതെന്തിനാ? ആത്മാവിന്റെ പ്രകാശം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു. ഇത് നമ്മുടെ ഇഷ്ടത്തിനും നമ്മുടെ പ്രയോജനത്തിനുമല്ല, പൊതുപ്രയോജനത്തിനായി. അപ്പൊ നമ്മളൊരു കൃപാവരം ഉണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല ആ കൃപാവരം നമുക്ക് നൽകിയേക്കുന്നത്. ജനത്തിന് ഇടയിൽ നമ്മുടെ ഇടയിൽ വന്നിരിക്കുന്ന നമ്മുടെ അടുക്കൽ വരുന്ന ജനത്തിന് ഇത് എങ്ങനെ പ്രയോജനപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ആ രീതിയിൽ ഉപയോഗിക്കാറില്ല. ഇന്ന് പലപ്പോഴും പലയിടത്തും നമ്മൾ കാണാറുണ്ട് പ്രാർത്ഥിക്കാനൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ പാസ്റ്റേഴ്സ് പലരും പ്രാർത്ഥിക്കുന്നതും ആമയൊക്കെ അവര് ആൾക്കാരെ നോക്കിയാ ചെയ്യുന്നത്. കാരണം എന്താണ്? വലിയ ഇച്ചിരി ഫേമസ് ആയിട്ടുള്ള സമ്പത്തുള്ളവര് ഇച്ചിരി ഹൈ സ്റ്റാറ്റസ് ഉള്ളവരൊക്കെ ഉണ്ടാ അവര് അവർക്ക് വേണ്ടി മറ്റുള്ളവരൊക്കെ ചെന്ന മൈൻഡ് പോലും ചെയ്യത്തില്ല. ഇത് ഒരുപാട് സ്ഥലത്ത് കണ്ടേക്കുന്ന അനുഭവമാണ്. അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാൽ ഇത് അവർക്ക് ഇത് എന്തിനു ദൈവം കൊടുത്തു എന്ന് അവർ മറന്നു പോകുന്നുണ്ടാ അല്ലേ? യേശു കർത്താവിന്റെ ശുശ്രൂഷ ഏറ്റെടുത്ത് നമുക്ക് കാണാൻ പറ്റും. ആ ശുശ്രൂഷയിലൂടെ ഒക്കെ ഒന്ന് പോയി കർത്താവ് വലിയ സമ്പന്നന്റെ വീട്ടിലൊന്നും കയറി പ്രാർത്ഥിച്ചില്ല. അവിടുത്തെ പരീക്ഷന്മാരോ സദൂക്യരോ പ്രമാണികളോ ആരുടെ അടുക്കിലേക്ക് കർത്താവ് പോയില്ല. ഹല്ലേലൂയ. കർത്താവ് പോയി അധ്വാനിക്കുന്നു, ഭാരം ചുമക്കുന്നു, കഷ്ടത അനുഭവിക്കുന്നു, നിന്ദിക്കപ്പെട്ടവരും പരിഹസിക്കപ്പെട്ടവരും റിജക്റ്റഡ് ആയിട്ടുള്ള ഒരു അടിയിലേക്ക് കർത്താവ് പോയതെങ്കിൽ ഇന്ന് അങ്ങനെ ചിന്തിക്കുന്ന അങ്ങനെ കാണുന്ന ഒരു അരികിലേക്ക് എവിടെ പോകുന്നു? ആര് പോകുന്നു? നമ്മുടെ വിജയപാസ്റ്റർ വീട്ടിൽ പ്രെയർ നടക്കുന്നു ബുധനാഴ്ച ദിവസം. അവിടെ പോയി അറ്റൻഡ് ചെയ്തിട്ടുള്ള ഞാനാ. അവിടെ വരുന്ന എല്ലാ പാവങ്ങളും. കാരണം വെച്ച് കഴിഞ്ഞാൽ വലിയ ഇതൊന്നുമില്ല. പക്ഷെ അവിടെ വരുന്ന ആരുടെങ്കിലും സ്തോത്ര കാഴ്ച ഒരു സംഭവം അവിടെ വാങ്ങുന്നുമില്ല. പക്ഷെ വരുന്നവർക്ക് എല്ലാവർക്കും വയറ് നിറച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് അവിടെ വിടുന്നു. അതുപോലെ വണ്ടിക്കൂലി ഇല്ലാത്തൊരു വണ്ടിക്കൂലിയും കൊടുത്ത് വരാൻ പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ പൈസ അങ്ങോട്ട് കൊടുത്താൽ വരുത്തുന്നു. കാരണം വെച്ച് കഴിഞ്ഞാല് എന്താണെന്നറിയാമോ? ദൈവം കൊടുത്തൊരു വെളിപ്പാടുണ്ട്. എന്നാൽ ദൈവദാസനെ കുറിച്ച് നമ്മൾ വലിയ സമ്പന്നനാണോ? പുള്ളി ലക്ഷങ്ങളൊക്കെ അക്കൗണ്ടിൽ ഇട്ടിരിക്കുന്ന മനുഷ്യനാണോ? അപ്പൊ കിട്ടുന്നത് സ്വന്തം ആവശ്യങ്ങൾക്ക് എത്തിക്കാൻ പാടുപെടുന്നൊരു ദൈവദാസന. ഹല്ലേലൂയ. അപ്പൊ എന്നിട്ടും ഇതെല്ലാം ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്നറിയോ? കർത്താവ് യേശുക്രിസ്തു കാണിച്ചു കൊടുത്തൊരു മാതൃകയെ ഫോളോ ചെയ്യുന്നുണ്ട്. കാരണം കർത്താവ് യേശുക്രിസ്തു കാണിച്ചു കൊടുത്തത് സമ്പന്നന്മാരെ തേടിപ്പോകാൻ വേണ്ടിയിട്ടല്ല, പണമുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടില്ല. അവിടെ വന്നിരിക്കുന്ന പ്രാർത്ഥിക്കാൻ കാത്തിരിക്കുന്ന ഏറ്റവും അവസാനത്തെ കുഞ്ഞിനെ വരെ പ്രാർത്ഥിച്ചിട്ടാണ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ സൂമിലെ പ്രാർത്ഥന കഴിയുമ്പോൾ തന്നെ 2-2:30 കഴിയും അല്ലേ? ഇത് കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നവർക്ക് പ്രാർത്ഥിച്ചു. പുള്ളിക്കാരൻ ഭക്ഷണം കഴിക്കുന്ന 5 മണി 6 മണിയാകുമ്പോഴാണ്. കാരണം അതുവരെ പ്രാർത്ഥിക്കാൻ ആൾക്കാർ 4:30 5 മണി ചിലപ്പോൾ 6 മണി വരെയൊക്കെ പ്രാർത്ഥിക്കാൻ ആൾക്കാർ ക്യൂ ഉണ്ടെങ്കിൽ എല്ലാ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ശേഷമേ പ്രാർത്ഥിക്കുന്നത് എഴുന്നേൽക്കത്തുള്ളൂ. ഇന്ന് ആർക്കും സമയമില്ല. എല്ലാവരും ഭയങ്കര തിരക്കാണ്. ആരെങ്കിലൊക്കെ നോക്കി കാശുള്ളവർ നല്ല പോക്കറ്റ് കനവുള്ളവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ച സ്ഥലം വിടുന്ന സ്ഥാനത്ത് അവിടെ വരുന്ന കൂലിപ്പണിക്കാരാണെങ്കിലും ഒരു സമ്പത്തില്ല, എല്ലാവർക്കും വേണ്ടി അവസാനം വരെ പ്രാർത്ഥിച്ചിട്ട് അതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന തന്നെ കർത്താവിന്റെ വെളിപ്പാട് നിൽക്കുന്ന ഇന്നും ആൾക്കാർ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ എൻ്റെ മനസ്സ് തുറന്നു പാസ്റ്റർ എന്ന് വിളിക്കുന്ന ഒരു വ്യക്തിയാണ്. വളരെ ആൾക്കാരൊന്നും ഞാൻ വിളിക്കാറില്ല. പക്ഷേ നമുക്ക് നമ്മുടെ മകനായുള്ള പ്രായമുള്ളെങ്കിലും മനസ്സ് തുറന്ന് നമ്മൾ പാസ്റ്റർ എന്ന് വിളിക്കുന്ന എന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയം നിറഞ്ഞൊരു പാസ്റ്റർ എന്നൊരു കോളിങ്ങിനും നമ്മൾ വിളിക്കുന്നെങ്കിൽ അങ്ങനെ വിളിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ വിജയ പാസ്റ്റർ. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഞാൻ പലരോടും പറയുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ദൈവം കൊടുത്ത വെളിപ്പാടുകളുണ്ട്. ദൈവം കൊടുത്ത കർത്താവ് യേശുക്രിസ്തു കാണിച്ചു കൊടുത്ത മാതൃക വിട്ടുമാറിയിട്ടില്ല. ഇന്ന് നമ്മൾ ഓരോരുത്തരും ശുശ്രൂഷയ്ക്കായി നിൽക്കുമ്പോൾ ശുശ്രൂഷക്കാരായി മാറുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഈ വെളിപ്പാടും ദൈവം കാണിച്ചെന്ന മാതൃക ഉണ്ടാകുന്നു. കഴിഞ്ഞ നമ്മുടെ സിസ്റ്റർ വിളിച്ചിട്ട് ചോദിച്ചിങ്ങനെ ജോയിലും കണ്ടൊരു സിസ്റ്റർ
പുള്ളിക്കാരത്തി സ്നാനമൊക്കെ നടത്തുന്നുണ്ട്. പുള്ളിക്കാരത്തി ഇങ്ങനെ ആൾക്കാരെ ഒറ്റയ്ക്ക് ഇറങ്ങി സഭയിലേക്ക് ഇറങ്ങി പ്രബോധിപ്പ് അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു. അപ്പൊ ചേച്ചി നമുക്ക് സ്നാനം നടത്താവോ? ചേച്ചിക്ക് ഇപ്പൊ റെഫറൻസ് ഇതൊക്കെ ഉണ്ടല്ലോ, പാസ്റ്റർക്ക് ഇതൊക്കെ സർട്ടിഫിക്കറ്റ് മറ്റേ ലൈസൻസ് ഒക്കെ ഉണ്ട്. ചേച്ചിക്ക് അപ്പൊ സ്നാനം നടത്താവോ ചേച്ചി? അപ്പൊ ഞാൻ പറഞ്ഞു റെഫറൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയാ, പള്ളിയിൽ അച്ഛന്മാർക്കാണ് പാസ്റ്റർമാർക്ക് എല്ലാവർക്കും ഉള്ള സർട്ടിഫിക്കറ്റും ലൈസൻസും ഒക്കെ തന്നെ ഉണ്ട്. പക്ഷേ ഇതെല്ലാം ഉള്ളപ്പോഴും ഞാൻ പറഞ്ഞത് സ്നാനം നടത്താൻ ഞാൻ യോഗ്യയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അപ്പൊ കർത്തൃമേശ വീട്ടിൽ നമുക്ക് കർത്താവിന്റെ മേശ എടുക്കാവോ, നമുക്ക് അതങ്ങനെ ചെയ്യാവുന്ന എല്ലാവരും പഠിപ്പിക്കുന്നുണ്ടല്ലോ എന്ന് ഞാൻ അതും ചെയ്യാൻ ഞാൻ യോഗ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ ദൈവം കർത്താവ് യേശു ക്രിസ്തു കാണിച്ചെന്നത് അപ്പോസ്തലന്മാരുടെ കൂടെ ഒരുപാട് സ്ത്രീകളുണ്ടായിരുന്നു. പക്ഷെ അവരാരും സ്നാനം ചെയ്തെന്ന് ഒരിടത്തും ബൈബിളിൽ എഴുതി ഞാൻ കണ്ടിട്ടില്ല. അവരാരും കർത്തൃമേശ കൊടുത്തൊന്നും ബൈബിളിൽ എങ്ങനെ എഴുതിയും കണ്ടിട്ടില്ല. ഹാലലിയ. അതുകൊണ്ട് ഹാലലിയ ഇത് ചെയ്യുന്നവരുണ്ട്, അവർ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയാൻ ഞാൻ യോഗ്യമല്ല. പക്ഷെ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് ഞാൻ പറയും. കാരണം വെച്ചാൽ എനിക്ക് ദൈവം തന്നിരിക്കുന്ന കുറച്ച് വെളിപ്പാടുകളുണ്ട്. അല്ലെ ദൈവം തന്നിരിക്കുന്നത്. അപ്പൊ ആ ശുശ്രൂഷയിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് എന്റെ ഉള്ളിൽ ദൈവം പകർന്നു. ഇനിയിപ്പോ ദൈവം നാളെ ദൈവം ചേച്ചിയോട് പറഞ്ഞാലോ, ഞാൻ ദൈവം കർത്താവ് നേരിട്ട് പറഞ്ഞാൽ ഞാൻ ചെയ്യും. മറ്റാരും പറയാൻ ചെയ്യത്തില്ല. ഒരു പ്രവാചകനോ അല്ലെങ്കിൽ ദൈവദാസനോ അവരാരെങ്കിലും കണ്ടിട്ട് സിസ്റ്റർ ഇങ്ങനെ ചെയ്യാൻ ദൈവം പറയുന്നതോ ഞാൻ ചെയ്യത്തില്ല. ദൈവം എന്നോട് നേരിട്ട് പറഞ്ഞാൽ ചെയ്യുമെന്നല്ലാതെ ഇതിനകത്ത് മാറ്റമില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് നമുക്കുണ്ട് ഒരു അധ്യക്ഷനെ കുറിച്ച് കൃത്യമായി നമ്മുടെ വചനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. മറ്റാരെ കുറിച്ചും അവിടെ എഴുതിയിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു പാസ്റ്ററിനെ കുറിച്ച്, പാസ്റ്റ് ആയിരിക്കുന്ന ആൾ എങ്ങനെയായിരിക്കണമെന്ന് ദൈവത്തിന്റെ വചനത്തെ കൃത്യമായി പഠിപ്പിക്കുന്നെങ്കിൽ അവരെ ആകാൻ പാടുള്ളൂ എന്നൊരു അർത്ഥമില്ല. മറ്റുള്ളവരാകാൻ പാടില്ലെന്ന് അതിനകത്തൊരു അർത്ഥമാണ്. അല്ല അങ്ങനെ പാടില്ലെന്ന് എഴുതിയിട്ടില്ലല്ലോ എന്ന് പറയുമ്പം പാടില്ലെന്ന് എഴുതിയിട്ടില്ലെങ്കിൽ എങ്ങനെ ആയിരിക്കണമെന്ന് എഴുതിയിട്ടുണ്ടല്ലോ. ഉണ്ടോ? പണ്ടരയ്ക്ക് പറഞ്ഞ് ഉപവസിക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞപ്പോൾ ഒരു ദൈവദാസൻ പ്രസംഗിക്കുന്നുണ്ട്, ഞാൻ കർത്താവെ ഉപവസിക്കേണ്ട ആവശ്യമില്ല, മണവാളം കൂടെയുള്ളപ്പോൾ തോഴ്മക്കാർ ഉപവസിക്കേണ്ട ആവശ്യമില്ല, മണവാളം നമ്മുടെ കൂടെയല്ലേ ഉള്ള, കർത്താവ് മഹത്വത്തിന് പ്രത്യേകിച്ച് ക്രിസ്തു നമ്മളല്ലേ ഇരിക്കുന്നത്, അപ്പൊ ഉപവാസത്തിന്റെ ആവശ്യമില്ലല്ലോ. ഇതാണ് അന്ന് പറഞ്ഞ വചനം. ഞാൻ കർത്താവിനെ വെച്ച് കർത്താവ് പറഞ്ഞ് മത്തായിയുടെ സുവിശേഷം എടുത്ത് വായിക്ക്, ഉപവസിക്കണം, എങ്ങനെ ഉപവസിക്കണം കൃത്യമായി ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇല്ലേ? ഉപവസിക്കുമ്പോൾ എങ്ങനെ ഉപവസിക്കണം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചെങ്കിൽ നിങ്ങൾ ഉപവസിക്കേണ്ടത് കൊണ്ടാണ് അത് പഠിപ്പിച്ചേക്കുന്നത്. ഉപവസിക്കേണ്ടെങ്കിൽ അത് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഒരു അധ്യക്ഷൻ എങ്ങനെ ആയിരിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളത് അധ്യക്ഷരാകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് അർത്ഥം. അപ്പൊ പലരും അതൊക്കെ വിട്ടുമാറി ഇന്നുണ്ട്. പക്ഷേ അതൊക്കെ ഉണ്ടെങ്കിലും ദൈവത്തിന്റെ വചനത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമുക്ക് എല്ലാ ശുശ്രൂഷയും ചെയ്യാം. എന്താ പ്രസംഗിക്കുന്നത് ദൈവം പറഞ്ഞിട്ടില്ല, പ്രവചിക്കണം ദൈവം പറഞ്ഞിട്ടില്ല, ആത്മീയ ശുശ്രൂഷ ചെയ്യുന്ന ദൈവം പറഞ്ഞിട്ടില്ല. കുരിന്ത്യർ ലേഖനം എടുത്തിട്ട് പലരും പറയണം സ്ത്രീകൾ സഭയിൽ മിണ്ടാതിരിക്കട്ടെ. അവിടെ തൊട്ട് താഴത്ത് എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ ചെന്ന് ഭർത്താക്കന്മാരോട് ചോദിച്ച് മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ സഭയിൽ മിണ്ടാതിരിക്കട്ടെ എന്ന് പറഞ്ഞത് അവിടെ നിന്നാണ് സംശയം ചോദിച്ചോണ്ടിരിക്കുന്നതാണ് പറഞ്ഞേക്കുന്നത്. ഭർത്താക്കന്മാരുടെ കൂടെ ഇരുന്നിട്ട് അവിടെ നിന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കല്, എന്തെങ്കിലും ചോദിക്കാണ്ട് വീട്ടിൽ പോയി ചോദിച്ചോണം, ഇവിടെ നിന്ന് മിണ്ടെന്നാ പറഞ്ഞേക്കുന്നത്. അതിന് എടുത്തിട്ട് പലരും പറയേണ്ട സ്ത്രീകൾ സഭയിൽ മിണ്ടാതിരിക്കാൻ പറയും. പക്ഷെ അല്ലാതെ ആ ദേവദാസൻ തന്നെ അടുത്ത വചനത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. കാരണം അവിടെ നിന്ന് പിന്നെ പറഞ്ഞ സ്ത്രീകൾ പ്രവചിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും എല്ലാം തലയിൽ തുണിയിട്ട്. അപ്പൊ ശുശ്രൂഷ ചെയ്യുന്നതാണെങ്കിൽ അതിന്റെ എഴുതേണ്ട കാര്യമില്ലല്ലോ. അപ്പം പലതും എടുത്ത് വളച്ചൊടിക്കുമ്പോൾ നമ്മൾ വചനത്തിന്റെ ഒരു കോണ്ടസ്റ്റ് മാത്രം എടുത്ത് പഠിപ്പിക്കരുത്. അത് പലയിടത്തും പല കോണ്ടസ്റ്റിൽ ആയിരിക്കും ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അതും കൂടെ നമ്മൾ റെഫർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഓരോ കാര്യങ്ങൾ നമ്മുടെ ദൈവത്തിന്റെ വചനത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത്, പരിശുദ്ധാത്മ എന്താണ് ഉദ്ദേശിക്കുന്നത്, പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വചനം, പരിശുദ്ധാത്മ ഉദ്ദേശിക്കുന്നത് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇന്ന് കൃപാവരങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞതെങ്കിലും ആ കൃപാവരം ഒന്നും ആരുടെയും സ്വന്തം ഇഷ്ടത്താൽ വരുന്നതല്ല. നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമുക്ക് തരാറുണ്ട്, വാഞ്ചിക്കുന്നത്. പക്ഷെ ഇത് സ്വന്തം ഇഷ്ടത്താൽ വരുന്നതല്ല. കാരണം ഇത് ദൈവത്തിന്റെ ഇഷ്ടത്താൽ കാര്യം ഒരാളുടെ കയ്യിലേക്ക് ദൈവം കൊടുക്കുമ്പോൾ അത് ഉപയോഗിക്കാൻ പ്രാപ്തനാന്ന് കണ്ട ദൈവം കൊടുക്കുന്നത് അല്ലേ? നമ്മളെ കുഞ്ഞുങ്ങളെയൊക്കെ ഓരോ കാര്യങ്ങൾ ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുമ്പോൾ എന്താ അവരത് ചെയ്യാൻ പ്രാപ്തരാന്ന് കാണുമ്പോൾ നമ്മൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവരെ ട്രെയിൻ ചെയ്ത് കൊടുക്കും നമ്മൾ. കാരണം വെച്ചാൽ അവരെ കണ്ടത് ഉപയോഗിപ്പിക്കാനായിട്ട് നമുക്ക് കഴിയണം. അതുപോലെ നമ്മുടെ ഉള്ളിൽ നമുക്ക് ദൈവം കൃപാവരങ്ങൾ തരുന്നത് പരിശുദ്ധാത്മ നമ്മളിലേക്ക് അത് പകരുക, നമ്മളത് ഉപയോഗിക്കാൻ പ്രാപ്തരാണെന്ന് കാണുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് ഇത് തന്നു കഴിഞ്ഞാൽ നീ അത് ഉപയോഗിക്കും. അല്ലെങ്കിൽ ഉപയോഗിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുമ്പോഴും ഇത് പരിശുദ്ധാത്മാവിലാണ് നമ്മളിത് ഉപയോഗിക്കുന്നെങ്കിൽ നമ്മളെ ഒന്ന് സമർപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, നമ്മളെന്ന് ഈ പാത്രത്തെ ഒന്ന്
ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ ഹാലേലിയ, നമ്മൾ അതിനുവേണ്ടി പ്രാപ്തരായി കഴിഞ്ഞാൽ പരിശുദ്ധൻ നമ്മളിലൂടെ ഹാലേലിയ അത് ചെയ്യുക തന്നെ ചെയ്യും. പക്ഷെ ഇത് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാനുള്ളതല്ല, ഇത് പൊതു പ്രയോജനത്തിന് ദൈവം തന്നിരിക്കുക. അത് നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ളതല്ല, പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടപ്രകാരം ഉപയോഗിക്കാനുള്ള. പരിശുദ്ധാത്മാവ് ഇത് ഹാലേലിയ പൊതു പ്രയോജനത്തിനായി പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടപ്രകാരം ചെയ്യുന്നതാണ്. ഇത് ഈ ബോധം നമ്മൾ ഓരോരുത്തരും ഉണ്ടാകും. മറ്റൊരാൾ ചെയ്യുന്നതാകുമ്പോൾ നമുക്ക് അസൂയ തോന്നുന്ന കാര്യമില്ല. മറ്റുള്ളവർ നന്നായി പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ നന്നായി പ്രവചിക്കുക, നന്നായി വെളിപ്പാട് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ സങ്കടം വരണ്ടേ, ബുദ്ധിമുട്ട് വരണ്ടേ, അസൂയ വരണ്ടേ കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ അവരിലൂടെ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാണ്. ഇന്നിപ്പോ നമ്മുടെ ഷേർലി സിസ്റ്റർ പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് വെളിപ്പാട് കാണും. പക്ഷെ നാളെ പ്രാർത്ഥിക്കുമ്പോൾ ഒന്നും കാണത്തില്ലായിരിക്കും. കാരണം എന്താ ഇപ്പൊ ഞാൻ ചില ദിവസം പ്രാർത്ഥിക്കും, എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് ഓരോ കാര്യങ്ങൾ കണ്ടു പറയാറുണ്ട്. ചില ദിവസം ഒന്നും പറയാറില്ല. കാരണം വെച്ചാൽ ഇത് എന്റെ തലയ്ക്കകത്തോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ. ദൈവം കാണിച്ചാലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ദൈവം പറഞ്ഞാലേ പറയാൻ പറ്റും. അപ്പൊ ദൈവം പറയാത്ത ദിവസങ്ങൾ നമ്മളെന്താണ്, നമ്മൾ മിണ്ടാതിരിക്കും. നമ്മൾ കാണിക്കാത്ത ഒരു കാര്യം പറയാം. അപ്പൊ ഇത് എല്ലാ ദിവസവും നമ്മുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല. അവിടെ ഞാൻ പറഞ്ഞത് പ്രവചിക്കുന്നവരൊക്കെ തന്നെയാണെങ്കിൽ, പ്രവാചകന്മാരാണെങ്കിൽ പോലും ചില സ്ഥലങ്ങളിൽ ചെന്ന് അവർ ഡ്രൈ ആയിട്ട് നിൽക്കുന്നതാണ്. ഒന്നും പ്രവചിക്കാൻ കഴിയാറില്ല അവർക്ക്. കാരണം എന്താ, അവരിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചില്ലെങ്കിൽ ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ അവിടെ എന്താ ചെയ്യേണ്ടത്, ഒന്നും പറയാതെ പോന്നേക്കണം. നമ്മുടെ പേര് അയ്യോ നമ്മളോട് അത് ഒന്നും ചെയ്തില്ലല്ലോ, അല്ലെങ്കിൽ ഒന്നും പറഞ്ഞില്ലല്ലോ, ഒന്നും ശുശ്രൂഷിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ചിന്തിക്കരുത്. കാരണം എന്താ, ദൈവത്തിന്റെ ഹിതമാണ്, ദൈവത്തിന്റെ ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും പരിശുദ്ധാത്മാവിന് പൂർണ്ണമായും വിധേയപ്പെടണം. അതിനപ്പുറം കയറൊന്നും ചെയ്യാൻ, അപ്പുറം കയറൊന്നും പ്രവർത്തിക്കാൻ ഇടയാൽ. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിനെ കൃപാവരങ്ങൾ വെച്ച് എടുത്തതിന്റെ കാര്യം ഞാൻ പറഞ്ഞത്, നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ കൺട്രോൾ ചെയ്യുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മൾ ശുശ്രൂഷിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് ഇഷ്ടപ്പെടാത്ത ഒന്നും, പരിശുദ്ധാത്മാവ് പറയാത്ത ഒന്നും, പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കാത്ത ഒന്നും നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പൂർണ്ണമായും നമ്മളവിടെ വിധേയപ്പെടണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആൾക്കാർ പ്രവചന ശബ്ദം കേൾക്കാൻ വേണ്ടി നമ്മുടെ മുമ്പിൽ ഇരിക്കുക. അയ്യോ ദൈവമേ ഒന്നും പറയുന്നില്ലല്ലോ, എന്തെങ്കിലും ഞാനൊന്ന് പറഞ്ഞേക്കട്ടെ. നോ, ദൈവം ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഒന്നും പറയണ്ട. നീ മിണ്ടാതെ നിന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് പ്രാർത്ഥിച്ച് മാറിയേക്കണം. കാരണം പറയാത്തത് എന്തെങ്കിലും പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും സാഹചര്യങ്ങൾ വെച്ചിട്ട് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അതൊന്നും നമ്മുടെ ശുശ്രൂഷകളെ എല്ലാം നമുക്ക് ബ്ലോക്കായി പോകും. മുൻപോട്ട് നമ്മുടെ നാവിനെ നീ ഉപയോഗിക്കത്തില്ല. കാരണം വെച്ചാൽ നമ്മൾ പറയുന്നത് വ്യാജം ആർക്കെതിരെയാണെന്നറിയാം, പരിശുദ്ധാത്മാവിനെതിരെ വ്യാജം പറയുന്നത്. ആത്മാവ് ഇടപെടുന്നു, നമ്മൾ പറയുന്നത് എന്താ, ആത്മാവ് കാണിക്കുന്നു, ആത്മാവ് ഇടപെടുന്നു, ആത്മാവ് അരുളി ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിൽ തന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യം. അപ്പൊ ആത്മാവിനെ കള്ളനാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യം ചെയ്താലും പിന്നീട് നമ്മൾ മുൻപോട്ട് നമ്മൾ ദൈവത്തിന് ഉപയോഗിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം എന്താ വെച്ചാൽ നമ്മുടെ നാവ് അല്പസമയത്തേക്കെങ്കിലും നമ്മൾ പിശാചിന് കൊടുക്കുന്നതായിട്ടാണ്. അതുകൊണ്ട് നമ്മുടെ നാവിലൂടെ പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കുമ്പോൾ പൂർണ്ണമായും നമ്മുടെ നാവിനെ പരിശുദ്ധാത്മാവിന് തന്നെ വിട്ടുകൊടുക്കണം. കൃപാവരങ്ങൾ എപ്പോഴും ഓപ്പറേറ്റ് ആകുന്നത് പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടത്തെയാണ്. പരിശുദ്ധാത്മാവ് പകർത്തുകരുത്, പരിശുദ്ധാത്മാവ് ഇഷ്ടപ്രകാരം ഉപയോഗിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഇത് എന്തിനു വേണ്ടി, നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ പ്രയോജനത്തിനുമല്ല, ഇത് പൊതു പ്രയോജനത്തിനായിട്ട് സഭയുടെ വളർച്ചയ്ക്കായിട്ട്. നമുക്കറിയാം, പ്രവചിക്കുന്ന പ്രവാചകന്മാർ എപ്പോഴും സഭയിൽ ആത്മീയ വർധന വരുത്തുന്നു അല്ലേ? ഹല്ലേലൂയ. അന്യഭാഷ അവനവനെ ആത്മീയ വർധന വരുത്തുന്നു. അതൊക്കെ ഇവിടെ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് സഭയ്ക്ക് ആത്മീയ വർധന വരാൻ വേണ്ടിയിട്ടും അനേകരെ വിശ്വാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടും അപ്പോസ്തലപ്രവൃത്തി നമ്മൾ വായിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവരിപ്പോ വചനം സംസാരിച്ച് മാത്രമാണ്, അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തനം നടന്ന് അനേക സഭയോട് ചേർന്ന് വന്നു. എന്തിനാ ചെയ്തത്? പരിശുദ്ധാത്മാവ് അത് ചെയ്ത് എന്തിനാ? പരിശുദ്ധാത്മാവോടെ ജനത്തിനെ ബോധമുള്ളവരാക്കി കൂട്ടിക്കൊണ്ട് വരണമായിരുന്നു. അപ്പൊ അതിനുവേണ്ടി അപ്പൊ നമ്മൾ ഒരിടത്ത് പോയിട്ട് നമ്മൾ എവിടെയാണെങ്കിലും ശുശ്രൂഷിക്കുമ്പോൾ ഇതിനകത്തിരിക്കുന്ന ഒക്കെ ശുശ്രൂഷകരാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് എടുത്ത് വീണ്ടും നമ്മൾ ശുശ്രൂഷിക്കുമ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും പരിശുദ്ധാത്മാവിന് പൂർണ്ണമായും വിധേയപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ ഹിതപ്രകാരം തന്നെ അത് ഓരോന്നും ചെയ്യാൻ ശ്രമിക്കുക. പരിശുദ്ധാത്മ കൃപാവരങ്ങൾ ആരെങ്കിലും ഒരാൾ പെട്ടെന്ന് വന്ന് 4 ദിവസം എഴുതുമേ ഭയങ്കര കൃപാവരമൊക്കെ അപ്പുറം എനിക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ള സങ്കടം ഒന്നും ആർക്കും വേണ്ട. അസൂയ ഒന്നും ആർക്കും വേണ്ട, വിഷമൊന്നും ആർക്കും വേണ്ട. നമുക്ക് ദൈവത്തോട് ചോദിക്കാം. സകല ഔദാര്യമായി തരുന്ന ദൈവം, അതുപോലെ ചോദിക്കുന്നവർക്ക് അളകൂടാതെ പകർന്നതിന്റെ പരിശുദ്ധാത്മ അത് നമ്മുടെ അടുത്ത് ഉണ്ട്. നമുക്ക് ദൈവത്തിന്റെ പ്രോമിസ് ഉണ്ട്. നമ്മൾ ആ പ്രോമിസ് ഒക്കെ വെച്ച് ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിക്കളഞ്ഞ് സങ്കടങ്ങളും വിഷമങ്ങളും അസൂയയും ഒന്നും വെച്ചുകൊണ്ടിരിക്കല്ലേ. ഇത് പരിശുദ്ധാത്മാവിന്റെ പരിശുദ്ധാത്മ നമ്മൾ കൂടുതൽ പ്രവർത്തിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഒരുക്കി കൊടുത്താൽ മതി.
നമ്മൾ ഒരുക്കണം. പാത്രം എപ്പോഴും വൃത്തിയായിരിക്കണം. പാത്രം വൃത്തിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഹാലേലിയ ആമെ പകരപ്പെടും. ഹാലേലിയ ആമെ അത് വൃത്തിയുള്ള പാത്രത്തിലേക്ക് തന്നെ പകരപ്പെടും. അതുപോലെ പുതിയ പാത്രത്തിലേക്കാണ് പുതിയ വീഞ്ഞ് വരുന്നതെന്ന് പറയാലോ. പുതിയ തുരുത്തിയാക്കി ഓരോ ദിവസം നമ്മൾ ഒരു പുതിയ തുരുത്തിയാക്കി ഹാലെ മാറ്റിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഹാലെ ദൈവത്തിന്റെ ഹാലേലിയ ആത്മാവിന്റെ പകർച്ച നമ്മൾ നടക്കും. അപ്പൊ നമുക്കും ഇതുപോലെ തന്നെ ഹാലേലിയ അതിനേക്കാൾ അപ്പുറം യേശുക്കർത്താവ് ഞാൻ ചെയ്ത അധികം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയും. അതിൽ അധികം ചെയ്യേണ്ട ആഗ്രഹിക്കുക. മറ്റുള്ളവർക്ക് ചെയ്യുന്ന കണ്ട് അസൂയപ്പെടുന്നു വേണ്ട. നമ്മളെ തന്നെ ഹാലെ തുരുത്തി ഒന്ന് പുതുക്കി കൊടുത്തു കഴിഞ്ഞാൽ ഹാലയിലെ ദൈവം പകരും പുതുവീഞ്ഞൊക്കെ പകർന്ന് ആമെ പുതിയ ഹാലയിലെ ശുശ്രൂഷകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ദൈവം എല്ലാവരും സഹായിക്കുമാറാകട്ടെ. ഈ വചനത്താൽ എല്ലാവരും അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ് യു.